കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 41 അധ്യായം 34 വചനം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: അത് ഉന്നതമായുള്ളതിനെ ഒക്കെയും നോക്കിക്കാണുന്നു, മതിച്ച ജന്തുക്കളെല്ലാം അത് രാജാവായിരിക്കുന്നു എന്ന വചനമാണ്. ഈ വാക്യത്തിനുള്ളിൽ ഓർപ്പിക്കുന്ന ഒരു പ്രസ്താവന ഉന്നതമായുള്ളതിനെ നോക്കിക്കാണുന്ന ഒരു പറ്റം ആളുകളെക്കുറിച്ചാണ് ഈ വാക്യത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെയൊക്കെയും നോട്ടങ്ങൾക്കകത്ത് വ്യത്യസ്തതകൾ ഉണ്ടെന്നും ചില ആളുകൾ താൽക്കാലികവും ക്ഷണികവുമായുള്ളതിനെ നോക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ നിലനിൽക്കുന്നതും ഉന്നതവും ശ്രേഷ്ഠവുമായിട്ടുള്ളത് നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉന്നതമായതിനെ, ശ്രേഷ്ഠമായതിനെ, നിലനിൽക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അന്വേഷണകാലത്തിന് അല്പം ദൈർഘ്യം കൂടുതലുണ്ടെങ്കിലും ആ കാത്തിരിപ്പിൻ്റെ കാലത്ത് അല്പമല്ലാത്ത ഒറ്റപ്പെടലുകൾ, വേദനകൾ, ദുഃഖങ്ങൾ, പ്രതീക്ഷകളും പ്രത്യാശകളും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളൊക്കെ കടന്നു വന്നെന്നു വരാം. എന്നാൽ ഉന്നതമായത് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ തേടിയെത്തുമെന്നും ഞാനത് കരസ്ഥമാക്കുമെന്നുമുള്ള ആഴമായ പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യമോ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അവൻ വലുതായി കാണുന്നില്ല എന്ന് മാത്രമല്ല, വരുവാനുള്ളതിനു വേണ്ടി അവൻ കാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ്. റോമാലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അനവധി കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ, നിന്ദകൾ, പഴികൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, നഗ്നത, പട്ടിണി, പൈതാകം, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, വാള്, സങ്കടം, ഉപദ്രവം ഒക്കെ ജീവിതത്തിനകത്ത് കടന്നു വരാം. പക്ഷേ ഇതിനെ ഒന്നും വലുതായി കാണാതെ നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന, നാം ചെന്നെത്താൻ പോകുന്ന, നാം പ്രാപിച്ചെടുക്കുവാൻ പോകുന്ന ശ്രേഷ്ഠവും ഗുപ്തവുമായിട്ടുള്ള ഒരു നന്മയെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്നു വീണാൽ ആ മനുഷ്യൻ ഉന്നതമായതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവനും ഇഹത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നവനുമായി തീരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ ആധികാരികമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താൽക്കാലികമായ ചിലത് നേടിയെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടുന്നില്ല. എന്നാൽ നിത്യമായ
നിലനിൽക്കുന്ന ശ്രേഷ്ഠമായത് ഒന്നിനെ കരസ്ഥമാക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു കാത്തിരിപ്പ്, ഒരധ്വാനം, ഒരു ബദ്ധപ്പാട് നാം കഴിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുന്ന ആധികാരികമായ നന്മകൾ പ്രാപിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരും അതിനായി കാത്തിരിക്കുന്നവരുമായിരിക്കാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഉന്നതമായതിനെ നോക്കിക്കൊണ്ടിരിപ്പാനും അത് പ്രാപിച്ചെടുക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.